ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്നതിനിടെ ജില്ലയിൽ മഴക്കെടുതി രൂക്ഷമാകുന്നു. വാഗമണിലും കുടിയത്തൂരിലുമായി നടന്ന മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും 2 പേർ മരിച്ചു. മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും വ്യാപകമായതോടെ നിരവധി റോഡുകൾ ഗതാഗതത്തിന് അടഞ്ഞുകിടക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയാണ്. ദുരിതബാധിതർക്കായി 5 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. ജില്ലയിലെ 3 ഡാമുകൾ തുറന്നു. കല്ലാർ, മലങ്കര, പാമ്പ്ള ഡാമുകളാണ് തുറന്നത്. രാത്രി നല്ല മഴയിലായിരുന്നു. മുകളിൽ നിന്ന് വന്ന വെള്ളവും എല്ലാം കൂടി ആകുമ്പോഴേ അവരെ കെട്ടി എന്നിട്ട് ഇടിഞ്ഞ് പോകുന്നതാണ്. രാത്രി ഒരു 2 മണിയോടുകൂടിയാണ് ഉരുൾപൊട്ടലായിട്ട് ഉണ്ടായിരിക്കുന്നത്. ഈ രവിച്ചേട്ടൻ്റെ രവിച്ചേട്ടൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഉരുൾപൊട്ടലുണ്ടായത്. 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛനും മകനും അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മ മരിച്ചുപോയി. ഇപ്പോൾ ഒരു 7 മണിയോടുകൂടി ബോഡി കിട്ടി. കനത്ത മഴയെ തുടർന്ന് മുട്ടം, തൊടുപുഴ, കരിങ്കുന്നം, ഇലപ്പള്ളി, വാഗമൺ, വണ്ടിപ്പെരിയാർ, അടിമാലി തുടങ്ങി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും വ്യാപകമായി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാറിനും പള്ളിവാസലിനും ഇടയിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞു. മച്ചിപ്ലാവ്, ദേവിയാർ, ചാറ്റുപാറ മേഖലകളിൽ വെള്ളം കയറിയപ്പോൾ പെരിയാർ കരകവിഞ്ഞൊഴുകിയതോടെ തടിയമ്പാട് മേഖലയിലെ 20ഓളം കുടുംബങ്ങൾ ദുരിതത്തിലായി. വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കയറിയതോടെ വാഹനങ്ങൾ വടം കെട്ടി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ഭീകരമായ മഴയിൽ പഞ്ചായത്തിൻ്റെ 15 വാർഡുകളിലും വ്യാപകമായ രീതിയിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഉരുൾപൊട്ടലുകളും വീടിന് ഭീഷണിയും പല വീടുകളും ഭിത്തിയൊക്കെ ഇടിഞ്ഞ് വാസയോഗ്യമല്ലാതെയും ഒക്കെ ആയിത്തീർന്നിട്ടുണ്ട്. എമർജൻസി മാനേജ്മെൻറ്റ് ടീം വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള സംവിധാനങ്ങളും നിലവിൽ തയ്യാറായിട്ടുണ്ട്. മൂലമറ്റം, വാഗമൺ, ഈരാറ്റുപേട്ട, വാഗമൺ, ഉപ്പുതറ, കട്ടപ്പന, വാഴവര, തടിയമ്പാട്, ചെറുതോണി റോഡുകളിലും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും പലയിടങ്ങളിലും വെള്ളപ്പാച്ചിലും പാറയിടിച്ചിലും യാത്രാ ദുഷ്കരമാക്കി. പ്രളയ സാധ്യത കണക്കിലെടുത്ത് ദുരിതാശ്വാസ നടപടികൾ ശക്തമാക്കിയതായി ജില്ലാ ഭരണകൂടം പറഞ്ഞു. നിലവിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. മുട്ടം, ആലക്കോട്, തട്ടേക്കണ്ണി എന്നിവിടങ്ങളിൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കീരിത്തോട് ഗവൺമെന്റ് LP സ്കൂളിലും അടിമാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. റെഡ് അലർട്ട് തുടരുന്ന സാഹചര്യത്തിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും മലയോര മേഖലയിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.